നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണ കൊള്ളക്കാരെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സ്വർണ്ണക്കൊള്ളയിൽ നിരവധി CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് വ്യക്തം. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് ആദ്യം മുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ്. ഏകാദശി ഗുരുവായൂരിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. പുലർച്ചെ 3 തുറന്ന നട അടയ്ക്കുക നാളെ രാവിലെ. ഏകാദശിയോടനുബന്ധിച്ച് തിരുവില്ലാമലയിൽ പുനർജന്മ പുണ്യം തേടിയെത്തിയത് നൂറുകണക്കിന് വിശ്വാസികൾ. ജനിമൃതികളുടെ ബന്ധനമറുത്ത് മോക്ഷം തേടി ഭക്തർ പുനർജനി ഗുഹ നൂണു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശ്രീലങ്കൻ വനിതയ്ക്ക് കേരളത്തിൽ കന്നിവോട്ട്. കേരളത്തിന്റെ മരുമകൾ തൃശൂരിൽ സമ്മതിദാനം വിനിയോഗിക്കും. തിരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുമ്പോൾ കൊടിതോരണങ്ങളുടെ വിൽപ്പന ഗ്രാമങ്ങളിലും സജീവം. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വാളയാർ അട്ടപ്പള്ളത്ത് UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPM നേതാവായ മുൻ മന്ത്രിയിലേക്ക് അന്വേഷണം നീളുന്ന സാഹചര്യത്തിലാണ് അതെല്ലാം മാറ്റിമറയ്ക്കാനായി പുതിയ ആരോപണങ്ങൾ കെട്ടിപ്പൊക്കുന്നത്. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ ഒട്ടേറെ CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്നത് വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വാലറ്റം മാത്രമാണ്. ഇതിനെല്ലാം പിന്നിൽ ഉന്നത നേതാക്കളാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആ കളവിന്റെ ഗൂഢാലോചന എന്ന് മനസ്സിലാക്കണം. ഒരാളെ പോലും കൂടെ അയക്കാതെ 3ാം ഇടനിലക്കാരനായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ആ പോറ്റിയുടെ കയ്യിലാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തയക്കുന്നത് ചെന്നൈയിലേക്ക് എത്താൻ വിമാനത്തിലാ പോകുന്നതെങ്കിൽ 2 മണിക്കൂർ മതി, ട്രെയിനിലാ പോകുന്നതെങ്കിൽ ഒരു രാത്രി മതി. ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം ഒരു പ്രത്യേക വണ്ടി വിളിച്ചാ കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെന്നൈയിലെത്തും. ഇവിടെയുള്ള പാലക്കാട്ടുകാരോട് ഞാനത് പറയേണ്ട ആവശ്യമില്ല, ചെന്നൈ നിങ്ങൾക്കറിയാം. പുതുശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ N. നടരാജൻ അധ്യക്ഷത വഹിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം CP മുഹമ്മദ്, ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, DCC പ്രസിഡന്റ് A. തങ്കപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഏകാദശി നിറവിൽ ഗുരുവായൂർ ക്ഷേത്രം. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാളിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3 തുറന്ന നട നാളെ രാവിലെയാകും അടയ്ക്കുക. ഉദയാസ്തമയ പൂജയോടെയാണ് ഇത്തവണ ഏകാദശി ആഘോഷം. ഓരോ 5 പൂജകൾ കഴിഞ്ഞാൽ 1 മണിക്കൂർ തുടർച്ചയായ ഭക്തർക്ക് ദർശനം അനുവദിക്കുന്നുണ്ട്. 53 മണിക്കൂർ നട തുറന്നിരിക്കുന്നതിനാൽ പുലർച്ചെ 5 മുതൽ വൈകിട്ട് 5 വരെ സ്പെഷ്യൽ ക്യൂ ഒഴിവാക്കി ഏകാദശി ദർശനത്തിന് വരി നിൽക്കുന്നവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് ഗുരുവായൂരിൽ ദൃശ്യമാകുന്നത്. ഏകാദശിയോടനുബന്ധിച്ച് മഹാപ്രസാദകൂട്ട്, ദശമി വിളക്ക്, പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവ നടന്നു. ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ സമാപനം തുടങ്ങിയ പരിപാടികളും വിവിധ സമയങ്ങളിലായി നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജനിമൃതികളുടെ ബന്ധനമറുത്ത് വിശ്വാസികൾക്ക് വില്ലുവാതിരിയിൽ പുനർജന്മ സായുജ്യം. വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി പുലരിയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് തിരുവില്ലാമല പുനർജനി ഗുഹ നൂഴാൻ എത്തിയത്. ജനിമൃതികളുടെ ബന്ധനമറുത്ത് മോക്ഷം തേടി നൂറുകണക്കിന് ഭക്തരാണ് തിരുവില്ലാമലയിലെ പുനർജനി ഗുഹയിൽ നൂഴൽ പൂർത്തിയാക്കിയത്. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിനമായ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ പുലർച്ചെ തന്നെ തിരുവില്ലാമലയിൽ വൻ തിരക്ക് ദൃശ്യമായിരുന്നു. വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിച്ചത്. പൂർവജന്മ പാപങ്ങളിൽ നിന്ന് മോചനം തേടിയാണ് പുതിയൊരു ജന്മത്തിന് തുടക്കമിടാം എന്ന വിശ്വാസത്തോടെ പുണ്യകർമ്മത്തിനായി ഭക്തരെത്തിയത്. ചരിത്രവും ഐതിഹ്യവും ഇഴചേരുന്ന കഠിനമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാവാനും നൂഴാനും വർഷം തോറും വിശ്വാസികൾ എത്താറുണ്ട്. 150 മീറ്ററോളം നീളമുള്ള ഗുഹയിൽ വെളിച്ചമില്ലാത്ത ഇടുങ്ങിയ വഴികളിലൂടെ ഇരുന്നും നിരങ്ങിയും മലർന്നു കിടന്നും മാത്രമാണ് ഒരാൾക്ക് മറുവശത്ത് എത്താൻ കഴിയുക. ചേട്ടൻ ഇങ്ങോട്ട് നോക്കൂ, ഫ്രണ്ടിലേക്ക് ഒന്നുകൂടി നോക്കൂ. ഗുഹയിൽ നൂഴൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഭക്തർ പാപനാശിനി തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുന്നതും ചടങ്ങിൻ്റെ ഭാഗമാണ്.
ഇത്തവണയും പുനർജനി ഗുഹയിൽ ആദ്യമായി നുഴഞ്ഞിറങ്ങിയത് തിരുവല്ലോമല സ്വദേശി ചന്തുവാണ്. വർഷങ്ങളായി ഈ ചടങ്ങ് മുടക്കാതെ നടത്തുന്ന ചന്തുവിന് പിന്നാലെ ഈ വർഷം അദ്ദേഹത്തിൻ്റെ മകനും ഗുഹ നൂഴ്ന്ന് പുറത്തു വന്നത് ഭക്തിയുടെ പാരമ്പര്യ കൈമാറ്റം വിളിച്ചോതി. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡും പ്രാദേശിക സമിതികളും ചേർന്ന് ഇത്തവണയും ഒരുക്കിയത്. ഫയർഫോഴ്സ്, പോലീസ്, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശ്രീലങ്കൻ വനിതയ്ക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കന്നിവോട്ട്. ശ്രീലങ്കക്കാരിയായിരുന്ന ലാലാനി സുജീവ ക്രണ്ടുഗോഡ കണ്ണങ്കെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സമ്മതിദാനം വിനിയോഗിക്കാൻ ഒരുങ്ങുന്നത്. ലാലാനി സുജീവ ക്രണ്ടുഗോഡ കണ്ണങ്കെ വോട്ടവകാശത്തിനായി കാത്തിരുന്നത് ഒന്നും രണ്ടുമല്ല 21 വർഷക്കാലമാണ്. ആ കാത്തിരിപ്പിന് വിരാമമായി. ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 11-ന്. ശ്രീലങ്കൻ സ്വദേശിനിയായിരുന്ന ലാലാനി സുജീവ ക്രണ്ടുഗോഡ കണ്ണങ്കെ ഇന്ന് ഇന്ത്യയുടെ ഭാഗമാണ്. 2004-ൽ തൃശൂർ പുതുക്കാട് സ്വദേശി അരോടി വീട്ടിൽ ബൈജു വിവാഹം കഴിച്ചതോടെ ഇവർ തൃശൂരിൽ സ്ഥിരതാമസമായി. എന്നാൽ പൗരത്വം ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവർ വിസ പുതുക്കിയാണ് കേരളത്തിൽ നിന്നിരുന്നത്. ഒടുവിൽ കഴിഞ്ഞ വർഷം പൗരത്വം ലഭിച്ചതോടെയാണ് വോട്ടർ പട്ടികയിലടക്കം പേര് ചേർക്കുന്ന നടപടികളുണ്ടായത്. ഇന്ത്യക്കാരിയായി മാറാൻ സാധിച്ചതിലും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകാൻ കഴിയുന്നതിലും അതിയായ സന്തോഷമുണ്ടെന്ന് ലാലാനി സുജീവ ഗോഡ ക്രണ്ടുഗോഡ കണ്ണങ്കെ പറഞ്ഞു. വിദേശത്ത് ജോലി ചെയ്യുന്ന ബൈജുവും 15-കാരനായ മകനുമടങ്ങുന്നതാണ് ലാലാനിയുടെ കുടുംബം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുന്നതിനിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യമായ കൊടിതോരണങ്ങൾ വിൽപ്പനയുമായി വ്യാപാരികൾ. പത്തിരിപ്പാലയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. പത്തിരിപ്പാല കോങ്ങാട് റോഡിലെ കോളേജിന് മുന്നിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലാണ് കൊടിതോരണങ്ങൾ കൊണ്ട് നിറച്ചിട്ടുള്ളത്. മുൻപൊക്കെ ആവശ്യമായ സാധനങ്ങൾ മുൻകൂട്ടി അറിയിച്ചാൽ മാത്രമേ ഇത്തരം സാധനങ്ങൾ ലഭ്യമാകൂ. എന്നാൽ ആ കാലം മാറി. ഇന്ന് ഇലക്ഷൻ പ്രചരണത്തിന് മാറ്റുകൂട്ടുന്നതെന്തോ അവയെല്ലാം ഈ കടയിൽ റെഡിയാണ്. CPM, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP, NCP തുടങ്ങിയ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങൾ, പാർട്ടി ചിഹ്നങ്ങൾ, ഷാളുകൾ, തൊപ്പികൾ, ബൊക്കെ, മാലകൾ, ബാഡ്ജുകൾ ഇവയെല്ലാം തന്നെ ലഭ്യമാണ്. കുറച്ചു വർഷം മുമ്പ് മറ്റു ജില്ലകളിൽ നിന്നും കൊണ്ടുവരേണ്ട അവസ്ഥയായിരുന്നു. എന്നാൽ അവയൊക്കെ മാറി. ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് പത്തിരിപ്പാലയിലെ കടയിൽ തന്നെ ഇവ സുലഭമാണ്. മിതമായ വിലയ്ക്ക് തന്നെ ഇവിടെ വിൽപ്പന നടത്താറുണ്ടെന്നാണ് കടയുടമ അറിയിച്ചത്. പിന്നെ തോരണം, പിന്നെ അതേപോലെ ഷാളുണ്ട്, ചിഹ്നം വെച്ചിട്ടുള്ള ഷാളുണ്ട്, പിന്നെ അതുപോലെ BJPയുടെ ഷാളുണ്ട്, പിന്നെ CPMന്റെ ഇത് വില കമ്മിയുള്ള ഷാളാണ്. 30 രൂപ. ഇത് വന്നിട്ട് 60 രൂപയാണ് ഈ ഷാള്. പിന്നെ അതേപോലെ CPMന്റെ ഉണ്ട്, താമാൻ്റെ ഉണ്ട്, അതുപോലെ തയ്ച്ചിൻ്റെ ഉണ്ട്, പിന്നെ അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിനുണ്ട്. പിന്നെ അതേപോലെ തോരണം പൊടികൾ, അങ്ങനത്തെ പൊടികളുണ്ട്. 3 എല്ലാം പാടുള്ളത് ഇതിനുള്ളതുണ്ട്. ഭയങ്കര കഴിച്ചെണ്ണത്തിൻ്റെയാണ്. പ്രചരണം കൊടുക്കുന്തോറും ഇത്തരം തോരണങ്ങളും വ്യാപകമായി വിൽക്കപ്പെടും. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഇത്തരം സാധനങ്ങൾക്ക് വലിയ ഡിമാൻഡാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പത്തിരിപ്പാലയിലെ കടകളിൽ നിന്നും ലഭിക്കുന്നത് ഏറെ ആശ്വാസകരമാണ്. പ്ലാസ്റ്റിക് അല്ലാത്ത വസ്തു കൊണ്ട് നിർമ്മിക്കുന്നതിനാൽ ഇവ കാര്യമായ തോതിൽ മലിനീകരണ പ്രശ്നം ഉണ്ടാക്കുന്നില്ലെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിധി തളർത്തിയ ശരീരവുമായി ഉറ്റവരും ഉടയവരുമില്ലാതെ UAEയിലെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മുംബൈ സ്വദേശിനിക്ക് സ്നേഹത്തണലൊരുക്കി ആൽഫ പാലിയേറ്റീവ് കെയർ. 61 വയസ്സുള്ള ജൂലിയറ്റ് ഇഗ്നീഷ്യസ് ആണ് ഇക്കഴിഞ്ഞ നവംബർ 26-ന് തൃശൂർ എടമുട്ടം ആൽഫയിലെ ആഷിസ് കെയർ സെന്ററിൽ അന്തേവാസിയായി എത്തിയത്. മാതാപിതാക്കളും 3 സഹോദരിമാരും ഉൾപ്പെടുന്ന കുടുംബത്തിലായിരുന്നു ജൂലിയറ്റ് ജനിച്ചത്. 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് മരിച്ചു. 20-ാം വയസ്സിൽ വിവാഹിതയായ ജൂലിയറ്റിൻ്റെ കുടുംബജീവിതം പക്ഷേ അധികം നീണ്ടു നിന്നില്ല. ഭർത്താവുമായി പിണങ്ങി മകളുമായി വീട്ടിലെത്തിയ ജൂലിയറ്റ് പിന്നീട് അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു. മകളെ അമ്മയുടെ അടുത്താക്കി ജോലി തേടി UAEയിലെത്തി. 40 വർഷം നീണ്ട പ്രവാസ ജീവിതത്തിനിടയിൽ പക്ഷാഘാതവും ജൂലിയറ്റിൻ്റെ ജീവിതത്തിൽ ഇരുൾ പടർത്താനെത്തി. പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തിയപ്പോൾ ബോധരഹിതയായി നിലത്തുവീണ ജൂലിയറ്റിനെ അവിടെയുള്ളവർ
ദുബായിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ ശരീരം തളരുകയും പൂർണ്ണമായും ബോധം നഷ്ടപ്പെടുകയും ചെയ്ത ജൂലിയറ്റിനെ തിരിച്ചറിയാനുള്ള ഒന്നും തന്നെ ആശുപത്രി അധികൃതർക്ക് ലഭിച്ചില്ല. 1 വർഷം നീണ്ട ചികിത്സകൾക്കൊടുവിൽ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരികെ എത്തിയെങ്കിലും തുടർന്നുള്ള സംരക്ഷണത്തിന് നിയമപരമായി തടസ്സങ്ങളുള്ളതിനാൽ ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം ദുബായ് കോൺസുലേറ്റ് ഇന്ത്യൻ എംബസിയുമായി ഇടപെട്ട് ഇവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ആലോചിച്ചു. ഇതിനിടെ ആശുപത്രി അധികൃതർ മകളെ ബന്ധപ്പെട്ടെങ്കിലും അമ്മയെ സ്വീകരിക്കാൻ തയ്യാറല്ലെന്നായിരുന്നു മറുപടി. ഒടുവിൽ ഇന്ത്യൻ എംബസി അധികൃതർ ആൽഫ പാലിയേറ്റീവ് കെയർ അധികൃതരുമായി ബന്ധപ്പെട്ട് ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയായിരുന്നു. ആൽഫ പാലിയേറ്റീവ് കെയർ അധികൃതർ സമ്മതം മൂളിയതോടെ നവംബർ 26-ന് ദുബായ് കോൺസുലേറ്റ് അധികൃതർക്കൊപ്പം ജൂലിയറ്റ് നെടുമ്പാശ്ശേരിയിലെത്തുകയും എടമുട്ടം ആൽഫയിലെ പുതിയ അന്തേവാസിയായി മാറുകയുമായിരുന്നു. ഇന്ത്യൻ എംബസി ദുബായ് കോൺസുലേറ്റ് ആൽഫ ചെയർമാനുമായി ബന്ധപ്പെട്ട് കാരണം ദുബായ് കോൺസുലേറ്റ് അയച്ച ചില 1-2 പേര് ഇവിടെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. കാരണം വേറൊരു സാധ്യതയില്ലാത്ത സമയങ്ങളിൽ അവർ നമ്മളെ ഇതുപോലത്തെ കാര്യങ്ങൾ ഇന്ത്യക്കാരെ എന്ത് ചെയ്യുമെന്നുള്ളൊരു അനിശ്ചിതാവസ്ഥയിൽ നമ്മളെ സമീപിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ ഈ കാര്യത്തിലും ജൂലിയറ്റിൻ്റെ കാര്യത്തിലും അവർ നമ്മളോട് എന്തെങ്കിലും സഹായിക്കാമോ എന്ന് ചോദിക്കുകയും എന്നാണ് വന്നത് ഇവിടെ. വെൻ യു കെയിം ഹിയർ 26 ഈ മാസം 26-ന് ഇവർ കൊച്ചിയിൽ അവിടുത്തെ ഒരു കോൺസുലേറ്റിലൊരു ഉദ്യോഗസ്ഥനും കൂടി ഇവർ വന്നു, നമ്മളവർ സ്വീകരിച്ചു. അങ്ങനെ ഇപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ ഈ ആൽഫയോടൊപ്പം കഴിയാമെന്നുള്ളൊരു ഓഫർ കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇംഗ്ലീഷ്, തമിഴ് തുടങ്ങി വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ജൂലിയറ്റിന് ആൽഫയിലെ വിശ്രമ ജീവിതം ഏറെ ഇഷ്ടപ്പെട്ടെങ്കിലും മകളെയും മറ്റു ബന്ധുക്കളെയും ഒരിക്കലെങ്കിലും കാണണമെന്ന ആഗ്രഹം മനസ്സിൽ ഒരു വിങ്ങലായുണ്ട്. പരസഹായത്തോടെ ഇപ്പോൾ നടക്കാൻ കഴിയുന്ന ജൂലിയറ്റ് ബന്ധുക്കൾ ആരെങ്കിലും തന്നെ അന്വേഷിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വേനൽ ചൂടിനകറ്റാൻ സംസ്ഥാന പാതയിൽ പനം നൊങ്കുകളുമായി കച്ചവടക്കാർ എത്തി. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിലാണ് പനം നൊങ്ക് കച്ചവടം വ്യാപകമായി നടക്കുന്നത്. തമിഴ്നാട് തെങ്കാശി ഭാഗത്തു നിന്നുമാണ് പനം നൊങ്കുകൾ വ്യാപകമായി എത്തുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു. 10 പീസിന് 100 രൂപയാണ് വില. പനം നൊങ്ക് ചെത്തി പീസായിട്ടാണ് വിൽപ്പന നടത്തുന്നത്. വേനൽ കടക്കുംതോറും പനം നൊങ്കുകൾ വ്യാപകമായി വിൽക്കപ്പെടും. ചിലയിടങ്ങളിൽ 1 പീസിന് 20 രൂപ വരെ വാങ്ങിക്കുന്നുണ്ടത്രേ. ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ദാഹശമനിയായിരുന്നു ഇവയെങ്കിൽ ഇന്ന് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് മലയാളികൾ. വീടുകളിലെ പറമ്പിലെ പനകളിൽ ഇഷ്ടാനുസരണം ഇവ ലഭ്യമായിരുന്നു. എന്നാൽ കരിമ്പനകൾ ജില്ലയിൽ കൂട്ടത്തോടെ വെട്ടി നശിപ്പിച്ചതോടെയാണ് പനംതൊങ്കുകൾ ജില്ലയിൽ നിന്നും അന്യമായത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ന് പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണ്. പറയുന്ന വില നൽകിയാണ് മലയാളികൾ വാങ്ങിച്ചു പോകുന്നത്. ഔഷധ ഗുണവും പോഷക ഗുണമുള്ളവയാണ് പനംതൊങ്കുകൾ. ശരീരത്തെ പെട്ടെന്ന് തണുപ്പിക്കാനുള്ള ഔഷധ പാനീയമാണ് പനംതൊങ്കുകളെന്നാണ് പറയപ്പെടുന്നത്. காய் வந்து தினந்து வருது வரும் வேண்டாம் வரும் வேறு வேணும் நாங்கள் இறக்கிடுவோம். 2 காய் 150 காய் இறக்கிடுவாங்க. எவ்வளோ? 7000 விற்கணும். ஒரு 5 நாள் தான் விற்கும். எங்கேருந்து வர்றாரு இது? தெங்காசி எங்கேருந்து வர்றாரு? தெங்காசி வருது. தெங்காசி வர்றாரு இல்லை? எந்த வியாபாரம் எல்லாம் நடக்குதா? வியாபாரம் சுமாராக இருக்குது சார். வியாபாரம் 2 3 ஓட மாட்டேங்குது. இதுக்காக எல்லாம் போட்டு போகுது. வேற ஓட மாட்டேங்குது. വെയിൽ ചൂടില്ല. ചൂടില്ല. ചൂടായി. ചൂടിനാ ഓടും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഏകാദശിയോടനുബന്ധിച്ച് ഷൊർണൂർ കല്ലിപ്പാടം എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി വിളക്ക് സംഗീതോത്സവം തുടരുന്നു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷ ചടങ്ങുകൾ ആരംഭിച്ചു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിന് എത്തിയിരുന്നു. പത്തിരിപ്പാല പേരൂർ കൈപ്പയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവപുരാണ ജ്ഞാനയജ്ഞം ഡിസംബർ 4 മുതൽ 15 വരെ ക്ഷേത്ര സന്നിധിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബ്രഹ്മശ്രീ മുണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം തന്ത്രി പനാവൂർ ഉണ്ണി നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കുന്നതോടെ യജ്ഞത്തിന് ആരംഭമാകും.
പാലക്കാട് ശിവാനന്ദാശ്രമം മഠാധിപതി സ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഡിസംബർ 4-ന് യജ്ഞാചാര്യനെയും സ്വരൂപാനന്ദ സരസ്വതിയെയും പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. വിവിധ നാരായണീയ സമിതികളുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണവും പ്രത്യേക പൂജകളും പ്രസാദഊട്ടും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ ഡിസംബർ 4-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഡിസംബർ 4-ാം തീയതി രാവിലെ 7 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂര് ഉണ്ണി നമ്പൂതിരിയാണ് ഇതിന്റെ ഭദ്രദൈവ പ്രതിഷ്ഠ നടത്തുന്നത്. അതിനുശേഷം രാവിലെ വിവിധ സ്ഥലങ്ങളിലുള്ള നാരായണീയ സമിതികളുടെ നാരായണീയ പാരായണം ഉണ്ടാവും. അത് വൈകുന്നേരം വരെ ഉണ്ടാവും. പിന്നെ വൈകുന്നേരത്തെ 4 മണിക്കാണ് സ്വീകരണ ഘോഷയാത്ര. സ്വാമിജി വരുന്നുണ്ട്. സ്വാമി ഉദ്ഘാടനം നടത്തുന്നത് സദനം ഹരികുമാറാണ്. പിന്നെ അതിന്റെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് പാലക്കാട് ശിവാനന്ദാശ്രമത്തിലെ മഠാധിപതിയായിരിക്കുന്ന സ്വാമി സ്വരൂപാനന്ദ സരസ്വതി. അദ്ദേഹമാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. പ്രസിഡന്റ് ശശികുമാർ, സെക്രട്ടറി രാമചന്ദ്രൻ, VC ബാബു, അനൂപ് കുമാർ, K ശിവകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സ്വർണ്ണക്കൊള്ളയിൽ നിരവധി CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് വ്യക്തം. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് ആദ്യം മുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ്. ഏകാദശി, ഗുരുവായൂരിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. പുലർച്ചെ 3-ന് തുറന്ന നട അടയ്ക്കുക നാളെ രാവിലെ. ഏകാദശിയോടനുബന്ധിച്ച് തിരുവില്ലാമലയിൽ പുനർജന്മ പുണ്യം തേടിയെത്തിയത് നൂറുകണക്കിന് വിശ്വാസികൾ. ജനിമൃതികളുടെ ബന്ധനമറുത്ത് മോക്ഷം തേടി ഭക്തർ പുനർജനി ഗുഹ നൂണു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശ്രീലങ്കൻ വനിതയ്ക്ക് കേരളത്തിൽ കന്നിവോട്ട്. കേരളത്തിന്റെ മരുമകൾ തൃശൂരിൽ സമ്മതിദാനം വിനിയോഗിക്കും. തിരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുമ്പോൾ കൊടിതോരണങ്ങളുടെ വിൽപ്പന ഗ്രാമങ്ങളിലും സജീവം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.